നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിലെ തന്ത്രപ്രധാന മേഖലകളെ ലക്ഷ്യമിട്ടെത്തിയ 30ഓളം ഡ്രോണുകളെ പ്രതിരോധ സേന ആകാശത്തു വെച്ച് തകർത്തു. കഴിഞ്ഞ 12 മണിക്കൂറിനിടെ സൗദി അറേബ്യയുടെ വ്യോമാതിർത്തി ലക്ഷ്യമിട്ടെത്തിയ 56 ശത്രു ഡ്രോണുകൾ പ്രതിരോധ സേന വിജയകരമായി തകർത്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്ന ആക്രമണ ശ്രമങ്ങളെ പ്രതിരോധ സേന ശക്തമായി നേരിട്ടുവെന്ന് പ്രതിരോധ മന്ത്രാലയം വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി അറിയിച്ചു. ഇന്ന് റിയാദിലെ നയതന്ത്ര മേഖല, ഡിപ്ലോമാറ്റിക് ക്വാർട്ടർ, ഖർജ്, കിഴക്കൻ മധ്യപ്രവേശുകൾ എന്നിവ ലക്ഷ്യമിട്ടെത്തിയ 18 ഡ്രോണുകളാണ് ഏറ്റവും ഒടുവിലായി തകർത്തത്. ഇതിനു പുറമെ വ്യോമാതിർത്തി ലംഘിച്ച് 28 ഡ്രോണുകളും കിഴക്കൻ പ്രവിശ്യയിൽ നിന്നു തന്നെയുള്ള 10 ഡ്രോണുകളും പ്രതിരോധ സേന വെടിവെച്ചിട്ടു. കഴിഞ്ഞ ദിവസം മാത്രം ശത്രുക്കൾ അയച്ച 49 ഡ്രോണുകളാണ് സൈന്യം നശിപ്പിച്ചത്. ഇതിൽ 30 എണ്ണം കിഴക്കൻ പ്രവിശ്യയിലും 18 എണ്ണം റുബൽ ബാലി വഴി ഷൈബ എണ്ണപ്പാടം ലക്ഷ്യമിട്ടെത്തിയവയും ആയിരുന്നു. മംഗഫ് റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ഡ്രോൺ ആക്രമണം. കുവൈറ്റിന്റെ തെക്കൻ ഭാഗമായ മംഗഫ് മേഖലയിൽ താമസ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം അണച്ചതായി ജനറൽ ഫയർഫോഴ്സിന്റെ ഔദ്യോഗിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ ഖരീബ് അറിയിച്ചു. ഇന്ന് പുലർച്ചെ ശത്രു ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കെട്ടിടത്തിൽ തീപിടിച്ചതായാണ് അധികൃതർ വ്യക്തമാക്കിയത്. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. സംഭവസ്ഥലത്തെത്തിയ ഉടൻ ഫയർഫോഴ്സ് സംഘങ്ങൾ കെട്ടിടത്തിലുള്ള എല്ലാ താമസക്കാരെയും സുരക്ഷിതമായി ഒഴിപ്പിക്കുകയും പിന്നീട് തീ നിയന്ത്രണത്തിലാക്കി അണയ്ക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ ബന്ധപ്പെട്ട അധികാരികൾ ചികിത്സയ്ക്ക് മാറ്റിയതായി അറിയിച്ചു. അധികൃതർ വിവരങ്ങൾ ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്ന് മാത്രം സ്വീകരിക്കണമെന്നും അഭ്യൂഹങ്ങളും തെറ്റായ വാർത്തകളെയും വിശ്വസിക്കരുതെന്നും മുന്നറിയിപ്പ് നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ഫയർഫോഴ്സ് ഔദ്യോഗിക ചാനലുകൾ വഴി മാത്രമേ അറിയിക്കുകയുള്ളൂവെന്ന് അധികൃതർ വ്യക്തമാക്കി. അതേസമയം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണമുണ്ടായി. പലതവണ ഡ്രോൺ ആക്രമണ ശ്രമം നടന്നതായി സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് അറിയിച്ചു. ഇന്ന് രാവിലെ പല ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണത്തിന് ലക്ഷ്യമിട്ടതായി സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി അറിയിച്ചു. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചെറിയ തോതിൽ നാശനഷ്ടം ഉണ്ടായി. 2 ഡ്രോണുകൾ സുരക്ഷാ സേന തകർത്തു വീഴ്ത്തിയതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. സുഹാറിലെ അൽ അവാഹി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വീണ ഡ്രോണിന്റെ ആഘാതത്തിൽ 2 പ്രവാസികൾ മരിക്കുകയും ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. ഇതേസമയം രണ്ടാമത്തെ ഡ്രോൺ തുറന്ന പ്രദേശത്ത് വീണതിനാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇരു സംഭവങ്ങളും ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവങ്ങളുടെ പശ്ചാത്തലവും ഡ്രോണുകളുടെ ഉറവിടവും സംബന്ധിച്ച് വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാതിരിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോടും പ്രവാസികളോടും അഭ്യർത്ഥിച്ചു. ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നു മാത്രമേ വിവരങ്ങൾ വിശ്വസിക്കാനാകൂ എന്നും അധികൃതർ വ്യക്തമാക്കി. എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ടെന്ന് അധികൃതർ ഉറപ്പു നൽകി. രാജ്യത്തിന്റെ സുരക്ഷയും ജനങ്ങളുടെ സംരക്ഷണവും ഉറപ്പാക്കാൻ എല്ലാ സംവിധാനങ്ങളും സജ്ജമാണെന്നും അവർ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.